സ്വകാര്യ വ്യക്തികൾ ഓടകൾ മണ്ണിട്ട് മൂടി മാട്ടൂൽ ഗവൺമെന്റ് ആശുപത്രി റോഡ് വെള്ളത്തിൽ. തീരദേശ മേഖലയിലെ ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയുടെ ദുരവസ്ഥയാണ് ഇത്. മഴ പെയ്താൽ വഴികൾ വെള്ളത്താൽ മൂടും. ഈ ദുരവസ്ഥ മാറ്റണമെന്നാവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഇല്ല. സമീപത്തെ സ്വകാര്യ വ്യക്തികൾ മതിൽ കെട്ടി ഓടകൾ മണ്ണിട്ട് അടച്ചതാണ് രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണം. ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന കെട്ടിടങ്ങൾ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി അനുമതി വാങ്ങിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഫുൾ വെള്ളമായോണ്ട് കാല് കെട്ടിയിട്ടുള്ളത്. അവിടുന്ന് റോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി പിടിച്ചിട്ട് വരാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ വണ്ടി തന്നെ പിടിക്കണോ എന്തായാലും. അപ്പോൾ അതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് അങ്ങേക്ക് പോകാൻ. മാട്ടൂരിൽ ഒരു ദിവസേന ഒരു 300 മുതൽ 400 വരെ രോഗികൾ കടന്നു വരുന്ന ഏക ഗവൺമെൻറ് ഹോസ്പിറ്റലാണിത്. ഇന്ന് ഏറെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുള്ളത്. കഴിഞ്ഞ വർഷം മുതലാണ് ഇത്ര ഒരു വലിയൊരു വെള്ളക്കെട്ട് ഈ ഹോസ്പിറ്റലിന് മുന്നിൽ രൂപപ്പെട്ട് വരുന്നത്. വർഷങ്ങളായി വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന വയൽ നികത്തിയത് കാരണമാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾക്ക് ദുരിതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലുറപ്പിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു ഡ്രൈനേജിൻ്റെ എസ്റ്റിമേറ്റും അതുപോലെ ടെൻഡർ നടപടിയൊക്കെ കഴിഞ്ഞ വർഷമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്കാണുള്ളത്. അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ടെൻഡർ നടപടി പൂർത്തിയാക്കിയ ഓവുചാൽ നിർമ്മാണം എത്രയും പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടിയുള്ള നടപടികൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആൾക്കാർ കൂടി ഇതിന് സഹകരിക്കേണ്ട ആവശ്യമുണ്ട്. അവരുടെ മതിലും മറ്റു കാര്യങ്ങളൊക്കെ പൊളിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്കാണുള്ളത്. എന്നാൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. പറയാൻ വേണ്ടി ഇതിന്റെ 2 വാക്ക് പറയാൻ വേണ്ടി പറയോ അവസരം